ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം, പക്ഷെ ആരും അതിനെക്കുറിച്ച് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ ശ്രമിക്കാത്ത കാര്യം. നമ്മുടെ ദൈവത്തോട് എന്തു ചോദിച്ചാലും ഭഗവാൻ തന്നിരിക്കും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന്. ആ യോഗ്യത നമ്മൾ തന്നെ വളർത്തിയെടുക്കുമ്പോൾ അറിയാതെ ആയാലും അറിഞ്ഞായാലും ദൈവം നമ്മൾക്ക് നമ്മുടെ പ്രശ്നം പരിഹരിച്ചിരിക്കും, നമ്മളുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും. ഒരാളുടെ ആഗ്രഹമല്ല വേറൊരാൾക്ക്, വേറൊരാളുടെ ദുഃഖമല്ല മറ്റൊരാൾക്ക്. എന്തു തന്നെ ആയാലും ഒരു മനുഷ്യന് വേണ്ട ഏത് കാര്യവും സാധിച്ചു തരാനുള്ള സർവശക്തിയും ഈശ്വരനുണ്ട്, ഭഗവാനുണ്ട്. അത് നമ്മൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം. 100% ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, എന്നാൽ തന്നെയും അവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണിത്. ചില ആൾക്കാർ തങ്ങൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം കിട്ടുന്ന സമയം മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ, ചിന്തിക്കുള്ളൂ, ആഹ്ലാദിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവരതിനെ അപ്പോഴും തന്നെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യും, അടുത്ത ഒരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും. 90% ആ ആഗ്രഹവും സാധിച്ചെന്നിരിക്കും. ഇങ്ങനെ ദൂരെ 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 പോയി നേടാവുന്ന ആഗ്രഹങ്ങളെല്ലാം നേടി, എടുക്കാവുന്ന ഭാഗ്യങ്ങളെല്ലാം അവർ എടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഈശ്വരൻ ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ്. അവിടെയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റുന്നത്. അവർ വിചാരിക്കുന്നത് തങ്ങളുടെ കീഴിൽ കഴിയാനുള്ള ഒരു സൂത്രമാണ് ദൈവം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നില്ലേ, ഇനി അടുത്ത കാര്യങ്ങൾ സാധിച്ചു തരാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് എന്നുള്ള അവകാശ ബോധത്തോടു കൂടിയാണ് ജനം പിന്നെ ദൈവത്തെ സമീപിക്കുന്നത്, ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്. പിന്നെ എല്ലാം താൻ പറയുന്ന വരയിൽ ദൈവം നിൽക്കണം, താൻ പറയുന്നത് പോലെ അനുസരിക്കണം, ഞാനതെല്ലാം ചെയ്യുന്നില്ലേ, മന്ത്രങ്ങൾ പറയുന്നില്ലേ, പുഷ്പാർച്ചന ചെയ്യുന്നില്ലേ, ഭഗവാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ഞാൻ കൊടുക്കുന്നില്ലേ, പിന്നെ എന്താ ദൈവം ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് എന്നുള്ള ഭാവമായിരിക്കും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതലും ആൾക്കാർ വളരെ വേദനിച്ച് വിഷമിച്ച് ഭഗവാനോട് താഴ്മയായി അപേക്ഷിച്ച് എല്ലാം നേടിയെടുക്കാനുള്ള വ്യഗ്രതയോടുകൂടി വന്ന് കയറുമ്പോൾ അവർ വിചാരിക്കും എല്ലാം നേടിയെന്ന്. ക്രമേണ അത് നേടിക്കൊണ്ടേയിരിക്കും, കിട്ടിക്കൊണ്ടേയിരിക്കും, അവരത് ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. കാലങ്ങൾ കഴിയും തോറും അവരനുഭവിച്ച ദുഃഖവും ദുരിതവും മറന്ന് ദൈവത്തെ ശാസിക്കാനും തൻ്റെ വരയിൽ നിർത്താനും താൻ പറയുന്നത് അനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം ഈശ്വരൻ്റെ മേൽ അടിച്ചമർത്താൻ അവർ ശ്രമിക്കും, നന്നായിട്ട് ശ്രമിക്കും. അത് ഒരാൾക്കല്ല, പല ആൾക്കാർക്കും അതറിയുകയും ചെയ്യാം, അനുഭവവുമാണ്. അപ്പോഴായിരിക്കും ഭഗവാൻ വീണ്ടും പ്രവർത്തിക്കുന്നത്. എന്തൊക്കെ ഭഗവാൻ അവരിൽ നിന്നും ദോഷങ്ങൾ മാറ്റിയിട്ടുണ്ടോ, എന്തെല്ലാം ദുരിതങ്ങളാണ് അവരിൽ നിന്നും മാറ്റി സൗഭാഗ്യം കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ എത്രയോ മടങ്ങ് ഭഗവാനിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും. അതിൻ്റെ അളവ് വളരെ കൂടുതലും ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ലാത്തതല്ല, ഇത് മനസ്സിലാക്കാൻ ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യവും അല്ല. എന്നാലും തന്നുള്ളിലെ ആ അഹങ്കാരം അവർ മാറ്റാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർ ചെന്ന് പടുകുഴിയിൽ വീഴുകയും ചെയ്യും. വീണടത്ത് കിടന്ന് വീണ്ടും ഭഗവാനെ ശാസിക്കുകയും അതുപോലെ തന്നെ ഭഗവാൻ എൻ്റെ അടിമയാണ് എന്നുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതോടുകൂടി അവരുടെ ജന്മത്ത് കിട്ടാനുള്ളതെല്ലാം കിട്ടുകയും ചെയ്യും. അവരുടെ ജന്മത്ത് തന്നെ നേടാനുള്ളതെല്ലാം അവർ ശാപമായിട്ട് നേടിക്കഴിയുകയും ചെയ്യും. ഈ സത്യം അറിയുന്ന ജ്ഞാനികൾ വളരെ കുറവാണ്. ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, വലിയ പഠിപ്പൊന്നും വേണ്ട, അതുപോലെ തന്നെ വേറെ വലിയ ക്വാളിറ്റികളൊന്നും വേണ്ട.
ഈശ്വരൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും നമ്മളോടൊപ്പം ഭഗവാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും ഉള്ള ബോധം മാത്രം നമ്മൾക്ക് മതി. ഭഗവാനെ അങ്ങേയറ്റം വരെ നമ്മൾക്ക് കൊണ്ടുപോയി നേടാവുന്നതെല്ലാം നേടി സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും, ഉറപ്പാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആ സംശയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രം ചിന്തിക്കാതിരുന്നാൽ മതി. നമ്മുടെ ആഗ്രഹവും ആവശ്യവും എല്ലാം നിറവേറ്റിത്തരാൻ ഭഗവാൻ എന്ന വൻ ശക്തിക്ക് കഴിയും എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സത്യമല്ല. അതിനെ നിങ്ങൾ ഇറുക്ക പിടിക്കുക. ഭഗവാൻ അതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാവും. നമ്മളോടൊപ്പം ഉള്ളത് ഈശ്വരനാണെന്നും ശക്തിയാണെന്നും മഹാ അത്ഭുതങ്ങളാണെന്നും മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും. അതുകൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത് ഈശ്വരൻ എന്ന വൻ ശക്തി. അതിനെ മാനിക്കുക, ബഹുമാനിക്കുക, ആരാധിക്കുക, ആദരിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഭഗവാന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നതാണ്. അത് മനുഷ്യർക്ക് സാധിക്കും, എല്ലാ ആൾക്കാർക്കും സാധിക്കുന്നത് തന്നെയാണ്. നേടിയെടുക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണം. 100% ഇത് സത്യമായ കാര്യം മാത്രമാണ്. നേടിയെടുക്കുക. ഭഗവാൻ തന്നിരിക്കും, നിങ്ങൾ നേടിയെടുക്കുക, നേടുക. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉൾക്കൊള്ളുന്നതിനനുസരിച്ചുള്ള മഹാഭാഗ്യം നഷ്ടപ്പെടില്ല. അത് കാത്തു സൂക്ഷിക്കുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ